ഇസ്ലാം മതം എനിക്ക് പറ്റിയ മതമാണ്. ഹജ്ജിന് പോയതല്ലേ? ഹജ്ജിന് പോകാണ്ട് അത്ര പക്വത എത്തിയിട്ടില്ല. ഞാൻ വെറുതെ പോയി കാപട്യം കാണിക്കില്ലല്ലോ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ആൻറ്റി ഇസ്ലാം ഫീലിംഗ് എതിർത്തിട്ട് ഞാൻ സംസാരിക്കാം. അമേരിക്കയിൽ പോയാലൊക്കെ ഞാൻ പ്രസംഗിക്കാനാണ് ഞാൻ പോണത്. ചെയ്താൽ അത് ഹജ്ജിൻ്റെ മാതിരി തന്നെ ഒരു പുണ്യ കാര്യമായിരിക്കും, ഒരു തീർത്ഥാടനമാവും. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ആ തെറ്റിദ്ധാരണ നീക്കാൻ ഒരു 1000 ആളുടെങ്കിലും മനസ്സിൽ നിന്ന് അത് നീക്കാൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ടെററിസമല്ല സാധിച്ച അത് മതി എൻ്റെ ഹജ്ജ്. ബിക്കോസ് അവർക്ക് എൻ്റെ പ്രസംഗങ്ങൾ ഇഷ്ടമാണ്. അമേരിക്കയിലും കാനഡയിലൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പാരീസിൽ പോയി അവിടെയൊക്കെ. അപ്പോൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം വേൾഡിന്. ഈ വിചാരിക്കുന്നത് എല്ലാവരും ഭീകരരും അതാണ്, ഓടുക കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് എന്ത്. നാളെ ഞാൻ വായിച്ചു, നൈപോളിൻ്റെ ഭാര്യ പറയാണ്, ഷീസ് എ പാകിസ്ഥാനി നദീറ. അവൾ ആവശ്യമില്ലേ ഭർത്താവിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവളോട് മാറി ചോദിച്ചു. അപ്പോൾ പറയാം അഫ്ഗാൻസ് അവർ വേമിനാണ്, ഏറ്റവും ചീത്ത കീടാണ് വേമിൻ. അതാണ് എന്താ ബോഡി ലൈസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഈ തെണ്ടി നടക്കണവർക്ക് ബോഡി ലൈസ് ഉണ്ടാവണം. അപ്പോൾ ഒരു സ്ത്രീ അത് പറഞ്ഞിട്ട് അത് പേപ്പറിൽ വന്നു. എനിക്ക് കരച്ചിൽ വന്നു. എന്താ ദാരിദ്ര്യമുള്ളവരൊക്കെ വേമിനാണോ? അവരെയൊക്കെ കൊല്ലണോ വേണ്ടത്? നമ്മുടെ ധർമ്മം. ദാരിദ്ര്യം, ജന്മനാ ദാരിദ്ര്യം, മരണം വരെ ദാരിദ്ര്യം, രോഗം, പരിഹാസം, പുച്ഛം, ഇതൊക്കെ അനുഭവിക്കുന്ന മനുഷ്യജീവികൾ നമ്മളുടെ മാതിരി വിലയില്ലേ അവരെ കൊല്ലാന്നാണോ? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരു സ്ത്രീ അത് പറയണമെങ്കിൽ, ഗർഭപാത്രമുള്ള ഒരു സ്ത്രീ, മുലപ്പാൽ കൊടുക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, എല്ലാവരും. എന്നിട്ട് അത് പറഞ്ഞ ഇൻ്റർവ്യൂ വന്നതിൻ്റെ പിറ്റേ ദിവസം 2 ചെറിയ പെൺകുട്ടികളുടെ ശവങ്ങൾ പേപ്പറിൽ. യുനോ ദിസ് കൈൻഡ് ഓഫ് തിങ് വി ഹവ് ഗോട്ട് ടു ഡു സംതിങ്. ഹജ്ജിന് പോണേക്കാട്ടിലും പുണ്യകരമായിരിക്കും ഞാൻ പോയിട്ട് ഇങ്ങനത്തെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കിയ. ദിസ് ഈസ് നോട്ട് ട്രൂ. മനുഷ്യൻ ഇങ്ങനെ വേമനാവാൻ പാടില്ല. ഒന്ന് കുളിപ്പിച്ച ആ കുട്ടിയെന്ന് എടുത്തു നോക്കൂ, എൻ്റെ മകളായിരിക്കാം, രാജാവിൻ്റെ മകളായിരിക്കാം, എന്താ വ്യത്യാസം അല്ലേ? പണമില്ലാത്തവരൊക്കെ കീടങ്ങളാണ്. അത് ഞാൻ പല തവണയും ചോദിച്ചു നോക്കിയിട്ടുണ്ട്. റോട്ടിലൊക്കെ നമ്മൾ പുവറായിട്ടുള്ള ആൾക്കാരെ ചിലർ കാണില്ല. അവർ വേറെ ഒരു പ്ലാനറ്റിൽ നിന്ന് വന്നവരെ മാതിരി, മാർഷ്യൻസെ പറ്റിയാണ് നോക്കുന്നില്ല. ബിക്കോസ് ഇല്ല. അത് ഞാൻ കൂടുതൽ അറിയണത് എൻ്റെ മക്കൾ ഒക്കെ എപ്പോഴും വിളിക്കും, അമ്മ വയസ്സുകാലത്ത് കണ്ണ് കാണില്ല, നടക്കാൻ പ്രയാസമാണ്, എന്തിനാണ് അവിടെ താമസിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോടെ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ, ഇപ്പോൾ 2ാമത്തെ മകനെന്ന് വെച്ചോളൂ, ബാംഗ്ലൂർ ഭയങ്കര ഗേറ്റും കാവൽക്കാരൊക്കെ ഉണ്ട്. എന്നെ കാണാനൊരു ദരിദ്രൻ വന്നാൽ അവർ കേട്ടില്ല. ബിക്കോസ് അവിടെ കോടീശ്വരന്മാരേ വരുള്ളൂ. മഹാരാജാവ് മൈസൂറൊക്കെയാണ്, പ്രമോദാദേവി റാണി ഒക്കെ. അങ്ങനത്തെ ഇടയിൽ ഒരു മുഷ്ഞ്ഞ വേഷട്ടൊരാൾ സക്കാത്തിന് വന്നാൽ ഗാർഡനിൽ കയറ്റില്ല. അപ്പോൾ ഞാനവിടെ അകലും. യഥാർത്ഥ ലോകത്തു നിന്ന് മാറി എവിടെയോ പോയിട്ട് അങ്ങനെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം എനിക്കത് സാധിക്കില്ല. എന്നെ കാണാൻ ഇവിടെ വരുന്ന 6-7 മണിയാകുമ്പോഴേക്ക് തന്നെ വരണത്. ഇന്നലെ വന്നതാരാ ഇന്ന് ഒരു ആൾ കോഴിക്കോട്ട് നിന്നാണ്, 2 മക്കളുണ്ട്. ഒന്ന് മന്ദബുദ്ധി ഭ്രാന്താണ്, ചികിത്സ അതിനാണ് വരുന്നത്. ഇങ്ങനത്തെ അവർ കയറ്റുമോ? എൻ്റെ മക്കൾ കയറ്റുമോ? എൻ്റെ മക്കൾ സമ്പന്നരായി വിജയികളാണ് ലൈഫിൽ, 3 ആൾ. അവർക്ക് ഇഷ്ടമാവോ അമ്മയെ കാണാൻ ഇങ്ങനെ ഓരോരുത്തർ വരണം? ഒരു കൊലപ്പുള്ളി ഒരു ദിവസം വന്നു, റിമാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് വന്നു. അയാൾ പെട്ടെന്ന് ക്രിസ്ത്യാനിയായി, കൃഷ്ണനായിരുന്നു, കൊലപാതകം ചെയ്തിട്ട് കിടക്കുക. എന്നിട്ട് ഒരു വേദപുസ്തകാരുടെ അതുണ്ട്, അത് കൊണ്ടുവന്നിട്ട് അമ്മയെ ക്രിസ്ത്യാനിയാക്കാനും പ്രാർത്ഥിക്കാനായും വന്നു പറഞ്ഞു. എന്നെ വലിയ കാര്യം അത്ര എടുക്കുക കൃഷ്ണനെ. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ, ക്രിസ്ത്യാനിയാക്കണ്ട, പ്രാർത്ഥിച്ചോളൂ. എന്നിട്ട് ഞാൻ ഹിന്ദു ആയിരുന്ന സമയത്ത് എന്നിട്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് പോകുന്നില്ല. 9 ദിവസമേ ഉള്ളൂ ഇടയ്ക്ക്. സോ ഞാൻ പറഞ്ഞു ആ 9 ദിവസം അവിടെ സന്തോഷിച്ചോളും പോയിട്ട് നിങ്ങൾ. ബിക്കോസ് ദേ ഉള്ളൂ ലൈഫ്. നമുക്ക് ലൈഫ് എത്ര ഉണ്ടെന്നറിയില്ല, ഉള്ളത് ഇങ്ങനെ സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ എന്നെ തൊട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണൻ പോയി. പിറ്റേ ദിവസം മാതൃഭൂമിയിൽ റിമാൻഡിൽ വന്ന പ്രതി വിവാഹം കഴിച്ചു. കണ്ടില്ലേ? കൃഷ്ണൻ ആദിവാസി ഒരാളെ കൊന്ന ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു കൊല്ലുമ്പോൾ എന്താ തോന്നി? കത്തിയോണ്ട കൊന്ന. അപ്പോൾ പറഞ്ഞു അമ്മ എനിക്കത് പറയാൻ പ്രയാസമുണ്ട്, ഈ ചൂടുള്ള കുടലാണ് പുറത്തേക്ക് ചാടി, ഇത്രേ കുറേ ഉണ്ട് നീളത്തിൽ. അതിങ്ങോട്ട് തൊട്ടപ്പോൾ ഭയങ്കര ചൂടാണ്. തിളപ്പിച്ച് സാമ്പാറൊക്കെ തിളപ്പിക്കുമ്പോൾ തിളയ്ക്കുന്ന കഞ്ഞിയിൽ കൈയിടണ മാതിരിയാണ്, അത്ര ചൂടാണ് ഈ അകത്തെ ഓർഗൻസ്, ഇൻറ്റസ്റ്റൈൻസ്. അതാണ് അയാൾക്ക് തോന്നിയത്.
ഞാൻ ചോദിക്കും എന്താ മതി. അപ്പോൾ ചോദിച്ചു കൃഷ്ണന് എന്നെ കൊല്ലാൻ സഹിക്കുമോ? അത് സഹിക്കില്ല അമ്മയെന്നു. പോവുകയും ചെയ്തു ആൾ. കൃഷ്ണൻ കല്യാണമൊക്കെ കഴിച്ചു. 6 ദിവസം കഴിഞ്ഞ് പോയി, ജയിലിലേക്ക് പോയി. അയാളെയൊക്കെ പുറത്തു വിടുക, കൊലയാളിയാണേ. അപ്പോൾ അങ്ങനത്തെ എന്നെ കാണാൻ വരുന്നത്, അവർക്കാണ് എന്നെ ആവശ്യം. അപ്പോൾ എൻ്റെ സമ്പന്നരായ മക്കൾ എന്നെ സമ്മതിക്കില്ല ആരെയും കാണാൻ. ഞാൻ വെറുതെ പണക്കാരെ കാണാൻ. പണക്കാരെന്താ സംസാരിക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ പഠിച്ചത്. പണക്കാരെന്താ പറയുന്നത്? റിയൽ എസ്റ്റേറ്റ്. ഏതോ ഒരു സ്ഥലത്തൊരു ദ്വീപുണ്ട്, 5 കോടി കൊടുത്താൽ കിട്ടും. അവിടെ പഴയ വീടുമുണ്ട്, ദ്വീപുണ്ട്. വേറൊരു സ്ഥലത്ത് ഒരു 3 കോടി കൊടുത്താൽ ഒരു വീടുണ്ട്, അതൊരു പാലസ് മാതിരിയാണ്, അത് കിട്ടും. ഇതൊക്കെ സംസാരം. ഇതൊക്കെ നമുക്ക് കിട്ടുമോ? ഞാൻ വിചാരിക്കുന്നില്ല നമുക്ക് ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് എവിടെയും കിട്ടുന്നു. എൻ്റെ മകൻ എന്ന് ഞാൻ പറയാന്നല്ലാണ്ട് എൻ്റെയാണോ മകൻ? ഉടമസ്ഥാവകാശം ഉണ്ടോ നമുക്ക്? എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ മോഹിക്കും, ഇത് എൻ്റെ ആളാണ്. അല്ല, ഇത് ലോകത്തിന് മുഴുവൻ ഒരാൾക്കും ഉടമസ്ഥാവകാശം പാടില്ല. അതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ തനിച്ച് താമസിക്കുന്നത്. പലപ്പോഴും സ്ത്രീയുടെ അംഗീകാരം അല്ലെങ്കിൽ സമ്മതം ഇല്ലാതെയാണ് പുരുഷന്മാർ സ്ത്രീയെ പ്രാപിക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ പലപ്പോഴും. അപ്പോൾ അത് എനിക്ക് പലപ്പോഴും അത് അങ്ങനെ ഒരു മനസ്സിലൊരു പുരുഷ വിദ്വേഷം ഉള്ളതുപോലെ. ഒരിക്കലും വിദ്വേഷമില്ല. ഞാൻ പുരുഷന്മാരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരാളെയും എനിക്കിത് ഹേറ്റ് ഉണ്ടായിട്ടില്ല. അത് വായനക്കാരൻ വെറുതെ തെറ്റിദ്ധരിക്കുക. റേപ്പിസ്റ്റിനെ എനിക്കിഷ്ടമില്ല, സ്നേഹമില്ല. ഓരോരുത്തർ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് പെട്ടവരെ എനിക്കിഷ്ടമല്ല. ചീപ്പ് ഫെലോസ് തോന്നും. പിന്നെ ഈ നോമ്പ് കാലത്ത് ഞാൻ എന്തിനാ ആളുകളെ കുറ്റം പറഞ്ഞു? അതുകൊണ്ട് എനിക്ക് രതിയെ പറ്റിയൊന്നും വലിയ താല്പര്യമില്ല. മുസ്ലിം സ്ത്രീ ആയതിനു ശേഷം ഇപ്പം ആ സൈഡൊന്നും ഞാൻ അധികം ആലോചിക്കാറില്ല, താല്പര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ റേപ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് രുചിക്കില്ല ആ സബ്ജക്റ്റ്. ഞാൻ മാപ്പ് ചോദിക്കുന്നു വീണ്ടും. അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല അറിയാം. പിന്നെ ഏത് കുട്ടിയെ പിടിച്ച് റേപ്പ് ചെയ്താലും അത് ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം ഇല്ലേ? അതുകൊണ്ടല്ലേ ചില കുട്ടികൾ കഷ്ടപ്പെടുന്നത്. ഹോൾ ലൈഫ് അവർ പേടിച്ച് വിറയ്ക്കണേ അല്ലേ? എന്തിനാ അത് ചെയ്യണേ? അത് പറഞ്ഞിരുന്നില്ല, കണ്ണുകളിൽ സ്ത്രീകളെ കണ്ണുകൾ വിടരാൻ തന്നെ കാരണം ഈ ഭയം കൊണ്ടാണ്. പേടിച്ചിട്ടാണേ, പകച്ചിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുക പാവങ്ങൾ കുട്ടികൾ. നമ്മൾ ഈ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഒരു ദുഷ്ടനാണോ മൃഗാണോ നോക്കാണ്ടല്ലേ കൊടുക്കണേ. ജോലിയുണ്ട്, ശമ്പളം ഉണ്ടെന്ന്. ശമ്പളം ഉണ്ടായിട്ട് നമ്മളൊരു കുട്ടിയെ കൊണ്ട് കൊല്ലാൻ കൊടുക്കുക. എന്തിനാ ഈ ശമ്പളം? പണം എന്തിനാ? ദരിദ്രന് പിടിച്ചു കൊടുക്കുമോ? നല്ല ഓണറബിളായിട്ട് ദരിദ്രൻ നല്ലോണം സ്നേഹിക്കട്ടെ അല്ലേ? മനുഷ്യൻ സ്നേഹിക്കട്ടെ. എനിക്ക് അറേഞ്ച് മാച്ച് തന്നെ കണ്ടുകൂടാ. ബിക്കോസ് എന്തൊക്കെ സ്ട്രേഞ്ച് തിങ്സ് ഹാപ്പൻ ചെയ്യുന്നു. ചിലർ ഭ്രാന്തന്മാരായിരിക്കും. എന്നിട്ട് കുട്ടിയെ കത്തിരി കൊല്ലാൻ പോവുക രാത്രി. പെട്ടെന്ന് കുട്ടി ഉണർന്നപ്പോൾ ഇയാൾ കത്തിരി എടുത്തിട്ട് വരിക അത്ര കൊല്ലാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരിചയമുള്ള സ്നേഹിക്കാൻ കഴിയണ ഒരാൾ, അയാളുടെ ധനസ്ഥിതി ഒന്നും നോക്കണ്ട, നല്ല മനസ്സിൽ നല്ല ഇത് വേണം, ആണായിരിക്കണം, ബീരു ആവരുത്. ഒരു ബീരുവിനെ പിടിച്ച് കല്യാണം കഴിക്കണേന്നല്ല പെണ്ണിനെ കൊണ്ട് കളയണ്. ഒരു ബീരുവിൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുക. ചൊറി പിടിക്കണ മാതിരിയാവില്ലേ അത്? മേലാസകലം ചൊറി പിടിക്കണ മാതിരിയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ തൊടേണ്ടി വരിക പറഞ്ഞാൽ ഒരു പെണ്ണിന് ഭയങ്കര മോശം സ്ഥിതി. അത് ഒരു ബീരുവിൻ്റെ ഭാര്യയായിട്ടിരിക്കുക, ഒരു കള്ളൻ്റെ ഭാര്യ, ഡിസോണസ്റ്റായിട്ട്, അതൊക്കെയാണ് പെണ്ണുങ്ങൾക്ക് നരകം എന്ന് പറഞ്ഞാൽ. അതാ എൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല, വേറെ ചില പെണ്ണുങ്ങൾക്ക് കള്ളന്മാരുടെ ഭാര്യയായിട്ട് സുഖമായിരിക്കാൻ തോന്നുന്നുണ്ടാവും. വല്ലതൊക്കെ കൊണ്ടുവരേ വീട്ടിൽ നിന്ന് ഓരോരുത്തരെ കട്ടിട്ട് മാലയൊക്കെ അത് ഇട്ടിട്ട് നടക്കാമെന്ന് മോഹം ഉണ്ടാവും. എനിക്കൊക്കെ മാല ഇടുമ്പോൾ ഞാനുണ്ടാക്കിയ മാലകളാണ്, ഞാൻ എഴുതി ഉണ്ടാക്കി എൻ്റെ. അപ്പോൾ അതിലൊരു ശക്തിയുണ്ട് അല്ലേ? ചിലർ പറയാം എന്തിനാണ് നിങ്ങൾ വളയൊക്കെ ഞാൻ അർഹിക്കുന്നതുകൊണ്ട് അല്ലേ? എത്ര കാലം ജോലിയെടുത്ത് രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ത്രീയാണ്. എനിക്ക് ധരിക്കാൻ ഞാൻ ചില രാഷ്ട്രീയക്കാരുടെ ഭാര്യമാർക്ക് ഒന്നും ഇടാൻ വയ്യ, പെൻറ്റക്കോസ്റ്റുമാര് നടക്കണം. കാരണം ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഞാനുണ്ടാക്കി, ഞാൻ എഴുതി എല്ലാ ദിവസവും. ബാക്കി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ കൊളം എഴുതല്ലേ എത്ര കാലം അല്ലേ? ചെറുപ്പം മുഴുവൻ അങ്ങനെ പോയി എഴുതിയിട്ട്. ഒരിക്കൽ ചേച്ചി പറഞ്ഞിരുന്നു മുട്ടോളം സ്വർണ്ണ വളരണം, എല്ലാം ഉണ്ട്. വേണമെങ്കിൽ ഇടയ്ക്ക് കൊടുക്കും, അല്ലൊരു വല്ലാണ്ട് ഗതി കെട്ട് വന്ന് വീട്ടിൽ കാശില്ലെങ്കിൽ ഒരു വള കൊടുക്കും. കഴിയുന്നത് കൊടുക്കാതിരിക്കും. നമുക്ക് വിഷമമായി വരണം പാവപ്പെട്ട സ്ത്രീ ആയിട്ട്. പാവപ്പെട്ട സ്ത്രീക്ക് വളയൊന്നും കൊടുക്കില്ല, കാശ് കൊടുക്കും. 1000 ചോദിച്ചാൽ 100 കൊടുക്കും. സത്യമുള്ള ഒരാളെ കാണാൻ ഞാൻ 10 മൈൽ നടക്കും, വൈകി കൂടി വടിയിട്ട്. ബിക്കോസ് അതൊരു
ഇതല്ലേ, തീർത്ഥാടനമല്ലേ അല്ലേ? സത്യമുള്ള ആളുകളെ കാണാൻ മോഹിക്കുകയാണ് കുഞ്ഞത്തിലെ. സത്യമുള്ള ആളുടെ മുഖം അങ്ങനെ റേഡിയൻ്റ് ആയിരിക്കും, ദൈവത്തിൻ്റെ ചൈതന്യം അല്ലേ? ഒരു മുഖത്തുണ്ടാവില്ലേ? അങ്ങനെയുള്ളവരുണ്ടായിരുന്നു പണ്ട്. ഞങ്ങളൊക്കെ ഒരു 5 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ ഓതിയിട്ടുണ്ട് ഖുറാൻ. ആദ്യം ഈ പലകയുടെ മുകളിൽ എഴുതി ചെവിടിയൊക്കെ വെച്ച് മിനുക്കി ഖുറാൻ അക്ഷരം എഴുതിയിട്ടത്, പിന്നെ ഖുറാൻ മുസാഹിബ് തന്നെ തരും. അപ്പം അതിന് ഈ 14 വയസ്സിൽ അന്ന് ഈ പഠിച്ച കാലത്തൊക്കെ ഇതിൻ്റെ ഒരു അർത്ഥം പോലും അറിയില്ലായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമകാരുണികൻ ദയാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ തുടങ്ങുക എന്നുള്ള അർത്ഥം അന്ന് പഠിച്ചില്ലായിരുന്നു. അന്ന് ഇതിങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ മനപ്പാടം. 14 വയസ്സാകുമ്പോഴേക്കും എനിക്ക് മുഴുവൻ ബൈഹാർട്ടായിരുന്നു. ഒരു അക്ഷരം പോലും അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നതല്ല, ഇന്നിപ്പം ഖുറാനൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മദ്രസയിൽ അർത്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അർത്ഥമൊക്കെ ശരിക്കും എല്ലാം അറിയില്ല. അറബി പഠിപ്പിക്കാൻ ഒരു പെൺകുട്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട്, ഒരു സാജിത. അവളാണ് എൻ്റെ ഗുരു. ഇപ്പോൾ എന്നെ കുറേ സഹായിക്കുന്നത് ഇവിടുത്തെ ഇമാമാണ്, ബഷീർ മൗലവി. ചെറുപ്പമാണ്, എന്നെ ഉമ്മാന്ന് വിളിക്കും. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരു അറബി പുസ്തകം ഇറങ്ങാൻ പോകുന്നുണ്ട്. എൻ്റെ ഉച്ചാരണം ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ബഷീർ മൗലവി അത് എളുപ്പത്തിലാവാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാപ്പ വലിയ സ്കോളറാണ്, മുഹിദ്ദീൻ മൗലവി. കവിത എഴുതും. അപ്പോൾ അദ്ദേഹം ഒക്കെ കൂടി സഹായിച്ച് എൻ്റെ കവിതയൊക്കെ തർജ്ജമ ചെയ്ത് അറബി ബുക്ക് ആദ്യം ഇറങ്ങും. 2 ബുക്ക്. ഒന്ന് അബുദാബിയിൽ നിന്ന് ഇറങ്ങും. അത് യാ അല്ലാ എന്ന് പറഞ്ഞിട്ട് 50 കവിത ദൈവത്തോട് മാത്രം. വേറെ 50 പ്രേമ കവിതകൾ, അതും വേണം അറബിയിൽ. മനുഷ്യൻ്റെ എല്ലാ വശങ്ങളും കാണിക്കണ്ടേ അല്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ പ്രേമിച്ചവളാണ് അപ്പോൾ ആ കവിതകളും. അത് അറബിയിൽ അതിസുന്ദരമായിരിക്കും. ഇല്ല, വർക്ക് നടക്കണേലൂ. ട്രാൻസ്ലേഷൻ ഇസ് ഗോയിങ് ഓൺ. ഗൾഫിൽ നിന്ന്. ദുബായ് അല്ല, അതിപ്പോൾ സ്വകാര്യമാണ്. അത് മുടക്കാൻ നിൽക്കല്ലേ അബ്ദുള്ളേ? എൻ്റെ പ്രേമ കവിത വരട്ടെ അറബിയിൽ അല്ലേ? പിന്നെ ടൈറ്റിൽ എന്താണ് അറിയോ? ഈ വരും വെള്ളിയാഴ്ച എന്നാണ് ആ കവിത അല്ലേ? ഈ വരും വെള്ളിയാഴ്ച ശിക്ഷിക്കൂ എന്നെ എന്ന് പറഞ്ഞിട്ട് ശിക്ഷ യാചിക്കുന്ന ദാസിയാണ് സുറയ്യ. അള്ളാഹുവിനോട് പറയാ അല്ലേ? കൈ മുറിക്കുക, കണ്ണ് എടുത്ത് കളയുക, അങ്ങനെയല്ലേ? ഈ വരും വെള്ളിയാഴ്ച, അതാണ് പേര്. അറബിയിൽ എന്തായിരിക്കും രസം? അറബികൾക്ക് അറിയേ സ്നേഹം എന്താന്ന്. അതുമാതിരി ഉറുദുവിൽ എന്ത് ഭംഗിയാണ് അല്ലേ തർജ്ജമ ചെയ്യുമ്പോൾ ലവ് പോയംസ്. മലയാളത്തിൽ ലവ് പോയംസ് ചിലവാവില്ല, കൊല്ലിച്ച് കൊല്ലും നമ്മൾ. മലയാളികൾ ലവ് പോയം കണ്ട ആദിയ പ്രസംഗി എന്നൊക്കെ പറയില്ലേ? സദാചാര വിരുദ്ധാണെന്ന് പറയും. സദാചാര വിരുദ്ധാണ് സ്നേഹം, അത് മനസ്സിലായിക്കോളൂ. സദാചാരം, നല്ല വിചാരങ്ങളൊക്കെ സദാചാര വിരുദ്ധാണ് പറയും സമൂഹം അല്ലേ? ഒന്നും പറ്റില്ല. എന്താ പിന്നെ സദാചാരത്തിന് പറ്റുക? രാവിലെ എണീറ്റിട്ട് ഇറച്ചി മുറിക്കുക, കൂട്ടാണ്ടാക്കുക അല്ലേ? മൃഗീയമായി കോഴീനെ കൊല്ലുക, അതൊക്കെ സദാചാരം പൊറുക്കും. എനിക്കെന്തോ അറിയില്ല. എനിക്ക് പ്രേമം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മഹനീയമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പ്രേമിക്കാൻ സാധിക്കാണ്ട് ജീവിതം അവസാനിപ്പിച്ച് പോണവരോട് എനിക്ക് വല്ലാത്ത പിറ്റി തോന്നുന്നുണ്ട് ഇല്ലേ? അത് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. ചിറക് കൊടുത്തു, പറക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ? ചിറക് കൊടുത്ത പക്ഷി ആദ്യം തന്നെ കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൂട്ടിൽ വെക്കണ മാതിരി മരണം വരെ. ചിറകാണ് നമ്മുടെ മനുഷ്യൻ്റെ അല്ലേ? കുഞ്ഞബ്ദുള്ളക്ക് രസിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെയൊക്കെ പറയണേ അല്ലേ? ഇത് വല്ല ചെറുപ്പക്കാർക്കല്ലേ അതൊക്കെ പറയേണ്ടതെന്ന് പറയാം. എവിടെ പ്രേമത്തിന് ചെറുപ്പവും വലിപ്പമൊക്കെ ഉണ്ടോ? അതൊക്കെ നുണ പറയാ അല്ലേ? ഒന്നുമില്ല. അതൊരു എത്ര വയസ്സായാലും മനസ്സിലുണ്ടാവും. ഇപ്പം എൻ്റെ അമ്മ 93 വയസ്സായിട്ട് കിടക്കുക, ബോധമില്ല. മനസ്സിൽ എന്തൊക്കെ സ്വപ്നം കണ്ടോ? പ്രേമിക്കണതും ആരറിഞ്ഞു? മനുഷ്യനല്ലേ അല്ലേ? എന്ത് മധുര സ്വപ്നങ്ങളുണ്ടാവില്ലേ? മരണം വരെ. മരണം തന്നെ ഒരു മധുര സ്വപ്നമായിരിക്കും ചിലപ്പോൾ അല്ലേ? ഇങ്ങനെ സ്വപ്നങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് നല്ല തീർച്ചയായും, എനിക്ക് അറ്റ്ലീസ്റ്റ്, ബാക്കിയുള്ളവരെ അറിയില്ല. സ്വർഗ്ഗവാതിൽ തുറക്കും, സ്വർഗത്തിൽ പോവും, അത് എനിക്കുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽക്ക് മോഹിച്ചത് അങ്ങനെയൊക്കെ സ്വർഗം കിട്ടാൻ. ഇപ്പോൾ കിട്ടി, റെഡിയായി. ഇപ്പോൾ പൂർണ്ണമായും വിശ്വാസമുണ്ട്. എനിക്ക് സ്വർഗ്ഗവാതിലൊക്കെ തുറക്കണ ശബ്ദം കൂടി കേൾക്കാണ്ട് ഞാനവിടെ ചെല്ലുമ്പോൾ. എന്ത് രസമായിരിക്കും എൻ്റെ ജീവിതം, അവിടുത്തെ ജീവിതേ. ഇവിടുത്തെ ജീവിതം കുറച്ചൊക്കെ കച്ചറായിരുന്നു അല്ലേ? ഒരാളുകൾ പരിഹസിക്കുക, ചിരിക്കുക.
അവിടെ ഒറ്റ ആൾ ചെയ്ത അല്ലാഹു അവരെ അപ്പോൾ നരകത്തിലേക്ക് ഇടും, എന്നെയൊക്കെ കളിയൊക്കെ. എനിക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ലേ അവിടെ, അല്ലേ? ഗാർഡിയൻ, ഒരു രക്ഷിതാവുള്ള ആളാണ് ഞാൻ. ആ വിചാരമാണ് കിട്ടിയപ്പോൾ എനിക്ക് സുരക്ഷിതത്വം ഗ്യാരണ്ടി, അല്ലേ? ഐ എം ഹാപ്പി. ഒരു തവണ കമലാ സുരയ്യ മലയാളത്തിലൊരു ചെറിയ ലേഖനം എഴുതിയിരുന്നു. അത് ഭക്ഷണത്തെക്കുറിച്ചാണ്, നോൺ വെജിറ്റേറിയൻ. അത് ലേഖനമല്ല, അത് ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു. അപ്പോൾ അതിലൊരു സ്ഥലത്ത് എഴുതിയിരുന്നു, പക്ഷികളെയും മൃഗങ്ങളെയും കൊന്ന് അതിൻ്റെ ശവശരീരത്തിൽ മസാല പുരട്ടി തിന്നുന്നത് പാപമാണ്. ചേച്ചി പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിരുന്നു. അതിന് എനിക്ക് വളരെ സന്തോഷമായിരുന്നു പിന്നെ കണ്ടപ്പോഴൊക്കെ. ഇപ്പോഴും ആ ഫിലോസഫിയിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മുസ്ലിമായിട്ടും ഞാനൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല. സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ മുറിച്ച് തിന്നിട്ടും മോരും തൈരും ഒക്കെ കഴിക്കും. ഞാൻ ഒരു തവണ ഫ്രാങ്ക്ഫർട്ടിൽ പോയി, ഒരു 10 കൊല്ലം മുമ്പേ മറ്റോ. അപ്പോൾ അന്ന് പോയപ്പോൾ ഞാൻ അവിടുത്തെ പ്രൊഫസർമാരോടൊക്കെ പ്രസംഗിച്ചു വെജിറ്റേറിയനിസത്തെ പറ്റിയിട്ട്. അതെന്തൊരു നല്ല കാര്യമാണ്, സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ക്യാൻസറൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ്, ഒരുപാട് വല്ലാത്ത കോപം വരില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അന്നൊക്കെ അവരൊക്കെ ചിരിച്ചു, കമല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ പോന്നു. പിന്നത്തെ തവണ ഞാൻ പോയപ്പോൾ പ്രസംഗിക്കാനായിട്ട് 4 യൂണിവേഴ്സിറ്റി പോയി. SN യൂണിവേഴ്സിറ്റി, ബോൺ, ഡൂയിസ്ബർഗ്, ഫ്രാങ്ക്ഫർട്ട്. അപ്പോൾ ഈ പ്രൊഫസർമാർ എൻ്റെ അടുത്ത് വന്നു ഭാര്യമാരുമായിട്ട്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വി ആർ വെജിറ്റേറിയൻസ്. കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഞങ്ങൾ വെജിറ്റേറിയൻസാണ്. നോക്കിയപ്പോൾ ആരോഗ്യമൊക്കെ നന്നായി, വയറന്മാർ വയറില്ലാണ്ട് സുന്ദരന്മാരായി. എനിക്ക് ശരിക്കും തോന്നി ഹൃദയുഗത്തിലേക്ക് വന്നിരിക്കുന്നു ഞാൻ, കലിയുഗം പോയിട്ട്. സാത്വികരായിട്ട്, ആ കണ്ണൊക്കെ കണ്ടാലേ നിറച്ച് ജെൻറ്റിലായിട്ട്, കാരുണ്യം, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ ഭാര്യ എന്നിട്ട് ഞങ്ങളെ ഉണ്ണാൻ ക്ഷണിക്കും, ഒരാളും ഭാര്യയും കൂടിയിട്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ എന്നോട് പറയും, കമല, ഐ വോണ്ട് ടു ടെൽ യു സംതിങ്, വി ഡോണ്ട് ഈറ്റ് ഡയറി പ്രോഡക്ട്സ്. പാലില്ല, വെണ്ണ ഇല്ല, നെയ്യ് ഒന്നുമില്ല, ചീസ് നിർത്തി. ബിക്കോസ് അത് പശുവിൻ്റെ ബോഡിയിൽ നിന്നല്ലേ വരുന്നത്. എന്തിനാ വേറൊരു ജീവിക്കുന്ന ജന്തുവിൻ്റെ ബോഡിയിൽ നിന്ന് നമ്മൾ തിന്നണം? അപ്പോൾ ജർമ്മൻസ് ഭംഗി കൂടിയിട്ടേ ഉള്ളൂ, ആരോഗ്യം കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും പറഞ്ഞു, വർക്ക്ഷോപ്പിൽ മെക്കാനിക്സൊക്കെ ഇത് തിന്നത്രേ. അവരുടെ ഒരു തെറ്റിദ്ധാരണ, ഇറച്ചി തിന്നില്ലേ അവർക്ക് ജോലി എടുക്കാൻ സഹിക്കില്ല, വെയിറ്റ് എന്നും പറഞ്ഞിട്ട് അവർ തിന്നുന്നുണ്ട്. പക്ഷേ ബുദ്ധിജീവികൾ തൊടുന്നില്ല. ഇത് ഞാൻ ഇവിടെ നിന്ന് പറയണത്. ഫ്രാങ്ക്ഫർട്ട് പോയി അന്വേഷിക്കും, ബോണിൽ പോയിക്കോളൂ, SN യൂണിവേഴ്സിറ്റി പോയിക്കോളൂ, ഡൂയിസ്ബർഗ്, ഇത്രയും എനിക്കറിയുള്ളൂ, പിന്നെ അറിയില്ല. ഈ അക്കാഡമിക് വേൾഡിലത്തെ ആൾക്കാർ നിർത്തി മാംസാഹാരം കഴിക്കുന്നില്ല. അവർക്കൊക്കെ അങ്ങനെ ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് എപ്പോഴും വെട്ടി തിന്നണം, ശവം തന്നെ തിന്നണമെന്നുണ്ടോ? ശവം തീനികൾ പറഞ്ഞ ഒരു വർഗ്ഗമാണ്, അവർക്ക് ഇതന്നെ തിന്നണമെന്നൊന്നുമില്ല. ആരോഗ്യം നന്നായിട്ട് അവരെന്ത് ഭംഗി വയ്ക്കുക അവർ ഇത് നിർത്തിയ. ഇപ്പം കുഞ്ഞബ്ദുള്ള നാളെ ഞാൻ വെജിറ്റേറിയൻ ആക്കി, എന്ത് സുന്ദരനാവും കുഞ്ഞബ്ദുള്ള. ഐ തിങ്ക് വിൽ ഫർഗെറ്റ് ദിസ് നോൺ വെജിറ്റേറിയൻ സ്റ്റഫ്. ബിക്കോസ് ചിലർക്ക് ഭയങ്കര വിഷമാവും, അവരിത് ദിവസം തിന്നണമെന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ സ്ത്രീ ഇങ്ങനെ പറയണത് വട്ടാണ് പറയും, മനസ്സില്ലേ? എൻ്റെ കാരുണ്യമൊന്നും അവർക്ക് മനസ്സിലാവില്ല, വട്ടാന്നേ തോന്നുള്ളൂ. അവർക്ക് തിന്നണം, വെട്ടണം, തിന്നണം. ജന്തുക്കളെ അമ്മ ഇങ്ങനെ മുല പിടിക്കുന്ന ആട്ടുകുട്ടിയെ പിടിച്ച് വലിച്ചിട്ട് അവർ വെട്ടി തിന്നും, മനസ്സില്ലേ? എനിക്ക് സഹിക്കില്ല, ബിക്കോസ് ഞാൻ അമ്മയാണ്. എൻ്റെ 3 കുട്ടികൾ മുല പിടിച്ച് വളർന്ന കുട്ടികളാണ്. അപ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക. ഇവിടെ ബക്രീദിന് ആളുകൾ സന്ദേശം ചോദിച്ചു, ദുബായിൽ നിന്ന് മറ്റേ. ഞാൻ പറഞ്ഞു, ഇനിമേൽ കൊല്ലണ്ട, അതൊക്കെ പ്രതീകമാണ്. ഗോട്ടാണെന്ന് വിചാരിച്ച് ഗോട്ടിന് വേണമെന്നില്ലല്ലോ. എന്തിനാ ഒരു ജീവൻ കളഞ്ഞിട്ട് ഇരിക്കുന്നത്? ജീവൻ കളഞ്ഞ ആ പാപം അവിടെ സെറ്റിൽ ചെയ്യണ്ടേ? നമ്മളെ അവിടെ വെച്ചിട്ട് കൊല്ല്, നരകത്തിയിലിടും. ഇതൊന്നും മനുഷ്യൻ ഒരു ജീവനെ അപഹരിക്കാൻ പാടില്ല. ചിലർ പറയാം, അമേരിക്കയിൽ ചെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഐ വാസ് എഗൻസ്റ്റ് എബോർഷൻ. എല്ലാവരും കൂടി ചാടി ചീത്ത പറഞ്ഞിട്ട് എന്നോട്, ഗർഭഛിദ്രം വേണം. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിഷ്ടമില്ല. അപ്പോൾ അവർ പറയാം, ഞങ്ങൾ കമലാദാസ് കവയത്രി വരികയാണ് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുക. അപ്പം മദർ ടെറീസമായൊരു സ്ത്രീയാണല്ലോ ഈ പറയുന്നത്, ഗർഭചിത്രത്തിന് എതിർത്ത്. എനിക്ക് ആത്മാവിനോടൊക്കെ ബഹുമാനവും ആത്മാവിനെ രക്ഷിക്കണം എന്നുള്ളൊരു വിചാരമുള്ളൊരു സ്ത്രീയെ. അത് വട്ടാണ്. ആ വട്ടം എന്തൊരു സുഖമുള്ള വട്ടാണ് അല്ലേ? ജീവൻ രക്ഷിക്കുന്ന വട്ടല്ലേ? ഈ നോയമ്പ് കൊണ്ട് നല്ല സുഖം കിട്ടുന്നില്ല ശരീരത്തിന്. നോയമ്പ് വളരെ വയ്യായ്മ വരും, പക്ഷെ എങ്കിലും അതിനൊരു കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ലാഘവമായി. നോമ്പിന് ഒരു ഗുണമുണ്ട്, നമ്മൾക്ക് ഈ സാധുക്കളെ എങ്ങനെ അനുഭവിക്കണമെന്ന് മനസ്സിലാക്കാമല്ലോ. നമ്മൾക്കൊന്നും പട്ടിണി ഇതുവരെ ഉണ്ടായിട്ടില്ല. സാധുക്കൾ ഈ പട്ടിണിയും കൊണ്ട് നോമ്പ് തന്നെയല്ലേ അവർ കമ്പൽസറി 2-3 ദിവസമൊക്കെ ഒന്നുമില്ലാണ്ട് തളർന്ന് വീഴും അല്ലേ?
അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലാക്കണേ പട്ടിണി ഉണ്ടാവും. നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്നുക സന്തോഷിക്കുക എങ്ങനെയാണ് ഈ അർഹിക്കണത് ഇതൊക്കെ എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നും യാ അല്ല ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ, ഈ സുഖ സൗകര്യങ്ങൾ, ഈ സന്തോഷം ഇല്ലയെന്ന് അപ്പോൾ ഉടനെ മറുപടി പറയും അർഹിക്കുന്നില്ല. പിന്നെ അർഹിക്കാത്തത് എനിക്ക് എന്തിനാ തരണത്? വൈ സിംഗിൾ മീ ഔട്ട്? എന്നെ മാത്രം അല്ലാഹു തിരഞ്ഞെടുത്തിട്ട് നീ നല്ലോണം സന്തോഷിക്കുക, നിനക്ക് സുഖമാവട്ടെ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ ഞാൻ എന്തേ ചെയ്ത്? പുണ്യകർമ്മം എനിക്കറിയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുണ്യകർമ്മം സ്നേഹിച്ചതാവാം. സ്നേഹം കൊടുത്തില്ലേ സക്കാത്തായിട്ട്, അതായിരിക്കണം. അല്ലാതൊരു പുണ്യകർമ്മം ഞാൻ ചെയ്തിട്ടില്ലേ കുഞ്ഞത്തിൽ? എന്താ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നത്? അതാവില്ല. വളരെ വലിയ പുണ്യകർമ്മം ചെയ്തിട്ടില്ലേ ഞാൻ ഈ ഭാഗ്യം അനുഭവിക്കുന്നത്? ഇപ്പോൾ ഭാഗ്യവും സൗഭാഗ്യവും സന്തോഷവും. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അത് അള്ളാഹുവിനോട് ചോദിക്കണം അല്ലേ എന്താ കാരണം എന്ന്. പക്ഷേ ഐ ഗോട്ട് എവറിത്തിങ് ദറ്റ് ഐ വാണ്ടഡ്. ഒരു പരാതിയില്ല, ഗവൺമെൻറ്റിനോടും പരാതിയില്ല. ഞാൻ മരിച്ചു പോകണ സമയത്ത് അയ്യോ എൻ്റെ ഒരു ആശ സാധിച്ചില്ല അത് പറയണ്ട. ആശ സാധിക്കാതെ പോയത് എൻ്റെ ഭാഗ്യം. അതും അങ്ങനെ തിരിയും. മനസ്സിലില്ലേ? യുസി നമ്മൾ വിചാരിച്ച അത് ചില ആശിച്ചത് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നശിക്കുമായിരുന്നു. ഇപ്പോൾ എന്നെ ഒന്നും സ്പർശിച്ചില്ല, നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ദൈവം ഒരു വരം തരാമെന്ന് വിചാരിച്ചോ? കമല ഒരു വരം തരാണ്. കുട്ടിക്കാലത്ത് തിരിച്ചു പോയിട്ട് വീണ്ടും ജീവിതം ഒന്നുകൂടി ആടി വരുമെന്ന് പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കുമോ? ഞാനിപ്പോൾ ആട് തന്നെയല്ലേ, നടക്കാൻ വയ്യെങ്കിലും ഒരു തരം ഡാൻസല്ലേ എൻ്റെ ജീവിതം. അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത അത്ഭുതം. എൻ്റെ ചുറ്റും ഡാൻസ് നടക്കുന്നു എന്ന് തോന്നുന്നു, എനിക്ക് പാട്ട് കേൾക്കുന്നു. ഐ ആം ഹാപ്പി. പീസ് ആൻഡ് ഹാപ്പിനെസ്. കുഞ്ഞത്തിലെ ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇത്ര അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത്. അതൊക്കെ ഈ 2 കൊല്ലത്തിൽ. അപ്പോൾ ഞാൻ ഇസ്ലാമിനോട് കടപ്പാടില്ലേ? പലരും എന്നോട് പറയും പശ്ചാത്തപിച്ച് ഞങ്ങൾ ആര്യ സമാജിനെ വിളിച്ചിട്ട് ഉടനെ ഹോമം കഴിച്ചിട്ട് പഴയ കമലയാക്കാം, പൊട്ട് തൊടിച്ച് നടത്താം. ക്രിസ്ത്യാനികൾ മാത്രം സുവിശേഷം പാടും ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി. എന്ത് ചെയ്തിട്ട് എൻ്റെ മനസ്സ് കുലുങ്ങുമോ? ഇല്ല. എവിടെയെങ്കിലും ഒന്ന് നിൽക്കണ്ടേ?